എന്തായാലും അവിടെ UDF സ്ഥാനാർത്ഥി സുരേഷ് കുറച്ചധികം കാലം PS-നെ എവിടെ കണ്ടാലും അവിടെ നമുക്ക് സുരേഷിനെ കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു. ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും രാഷ്ട്രീയ രംഗത്തെ ചടുലമായ നീക്കങ്ങളും ഒക്കെ കണ്ട ഒരു പരിചയസമ്പന്നൻ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു സുരേഷ്. എന്നാൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയാണ്. ആഷ്മി അപ്പോൾ അങ്ങനെ സുരേഷ് അത്രത്തോളം VS-ന് അടുത്ത ആളായിരുന്നു. എല്ലാ ഫ്രെയിമിലും ആ സമയത്തും അവിടെ പിണറായി VS തർക്കം നടക്കുന്ന പാർട്ടിയിൽ വിഭാഗീയത കൊടുകുത്തി വാഴുന്ന എല്ലാ കാലത്തും സുരേഷ് പിന്നിലില്ലാത്ത ഒറ്റ ഫ്രെയിം പോലും VS-ന് ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊരു ജനകീയ കോടതിയിൽ സുരേഷ് ഉണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ജനകീയ കോടതിയിൽ എന്തുകൊണ്ട് തന്നെ പാർട്ടി തിരിച്ചെടുക്കുന്നില്ല എന്ന് സുരേഷ് ചോദിക്കുകയും ആ ചർച്ച അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ചർച്ച കഴിഞ്ഞ് സംസാരിക്കുമ്പം അക്ഷരാർത്ഥത്തിൽ സുരേഷിന്റെ കണ്ണ് നിറയാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരെയും എടുത്തു. ഞാൻ പിന്നാലെ കെഞ്ചുകയാണ്, എന്നെ തിരികെ എടുക്കും. ഞാൻ ആകെ ആവശ്യപ്പെടുന്നത് ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ രക്തത്തിലഞ്ഞ് ഈ പാർട്ടിയിലേക്ക് തിരികെ ഒരു പ്രവേശനമാണ്, അതെങ്കിലും എനിക്ക് അനുവദിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ പുള്ള കണ്ണ് ഒഴുകുകയാണ്. എന്നാൽ നമ്മൾ എല്ലാം സംസാരിക്കും. പിന്നീട് VS അച്യുതാനന്ദൻ്റെ വിലാപയാത്രയ്ക്കൊപ്പം സുരേഷ് ഉണ്ടായിരുന്നു. അവിടെ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ സുരേഷ് വിതുമ്പുന്ന കണ്ടു. അത്രത്തോളം വളരെ വൈകാരികമായിട്ട് സുരേഷ് അന്ന് VS അന്ന് ഒരുപാട് സുരേഷ് മാത്രമല്ല. അത് കഴിഞ്ഞ് ഈ പറയുന്ന സുരേഷിനേക്കാൾ കൂടുതൽ മാരകമായി തെറ്റ് ചെയ്ത പലരും, ഇനി പോട്ടെ PKCC ആവട്ടെ PCC ആവട്ടെ, അതിനേക്കാൾ മാരകമായി കുറ്റം ചെയ്ത പലരും പാർട്ടിക്ക് പുറത്തേക്ക് പോവുകയും പാർട്ടിക്ക് അകത്തേക്ക് വരികയും ചെയ്തു. സുരേഷിന്റെ കൂടെ പോയ ആൾക്കാരും അതിനകത്തേക്ക് വന്നു. സുരേഷിനെ മാത്രം അങ്ങനെ അക്കാലമത്രയും മഴയത്ത് നിർത്തി. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല സുരേഷ് ആത്മാർത്ഥമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാം എന്ന് പറഞ്ഞാൽ സുരേഷിനെ വ്യക്തിപരമായി അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അടിമുടി CPM-കാരനാണ്, അടിമുടി VS ആണ്. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മനസ്സുകൊണ്ട് മത്സരിക്കുന്നതാണോ എന്നാലും എനിക്കറിയില്ല. അതെന്തും ആയിക്കോട്ടെ, ഇതിൽ വൈകാരികതയ്ക്ക് വലിയ അടിസ്ഥാനമില്ല. മലമ്പുഴയിൽ VS അച്യുതാനന്ദന് അവിടെ ഇടത് കോട്ട, VS-ന്റെ കോട്ട. അവിടെ ഏതെങ്കിലും തരത്തിൽ സുരേഷ് മത്സരിച്ച് അവിടെ ഒരു മറിച്ചൊരു ഫലം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് സുരേഷ് പോലെ അഭിപ്രായമുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ CPM-ന് കുറച്ച് അസംതൃപ്തി, ഇപ്പോൾ തൽപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ പയ്യന്നൂർ കാണുന്ന പോലെയുള്ള ചില അസംതൃപ്തിയോടുകൾ അവിടെ ഉണ്ടെങ്കിൽ അതും കോൺഗ്രസ് വോട്ടോടൊക്കെ സമാഹരിക്കാമെന്നുള്ളതാണ് സുരേഷിന്റെ പ്രതീക്ഷ. പക്ഷേ എനിക്കറിയില്ല, അസംതൃപ്തി പറയുന്നുണ്ടല്ലോ, അങ്ങനെ അസംതൃപ്ത കൂട്ടത്തോടെ വരുന്നത് അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അസംതൃപ്തി ഉണ്ടെങ്കിൽ മലമ്പുഴ മണ്ഡലം CPM-നൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് എല്ലാ കാലവും. ഇതുവരെ CPM-ന്റെ തന്നെയാണ് ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല 2 മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ മലമ്പുഴയിൽ നിന്നാണ് ജയിച്ചത്. 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് മലമ്പുഴയിൽ നിന്നാണ്. ശിവദാസ മേനോൻ സംസ്ഥാനത്ത് വൈദ്യുതി മന്ത്രി, ധനമന്ത്രി തുടങ്ങിയ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹവും ജയിച്ചത് മലമ്പുഴയിൽ നിന്നാണ്. പക്ഷേ നമ്മൾ കാണാതിരുന്നുകൂടാ ഒരു കാര്യം, 2001-ൽ VS അച്യുതാനന്ദൻ മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം VS മലമ്പുഴയിലേക്കാണ് വരുന്നത് മത്സരിക്കാൻ. അന്ന് 4000-ൽ പരം വോട്ടുകൾക്കാണ് സതീശൻ പാച്ചേനി അല്ല ഞാൻ പറഞ്ഞത് മണ്ഡലം മാറി. കഴിഞ്ഞ തവണ 25,000 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് 21,000-ൽ പരത്തിൽ എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ VS-ന്റെ വളരെ സ്വാധീനം, ഈ പ്രഭാകരൻ എന്ന് പറയുന്ന അല്പം മുമ്പ് നമ്മൾ കണ്ട അദ്ദേഹം തന്നെ VS-ന്റെ നിഴല് പോലെ ആ മണ്ഡലത്തിൽ നടന്ന ഒരാളാണ്. VS-ന്റെ കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ നോക്കിയിരുന്നയാളാണ്. അതുകൊണ്ട് VS ഫാക്ടർ അവിടെ ഒരു ഘടകമായിരിക്കും. ഗോപി ഇപ്പോൾ സുരേഷിന്റെ കാര്യം പറയുമ്പോൾ വളരെ വൈകാരികമായ ഒരു കാര്യം സുരേഷിനെ പറ്റി പറയാനുണ്ട്. നമ്മളെല്ലാം പറഞ്ഞു, VS-ന്റെ നിഴൽ പോലെ നടന്നയാൾ, അദ്ദേഹത്തിന് പിന്നെ പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതിലുള്ള അസംതൃപ്തി അത് വളരെ വ്യക്തിപരവും പിന്നെ അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്ന വൈകാരിക തലത്തിൽ മാത്രം മനസ്സിലാക്കേണ്ടതുമാണെന്നാണ് മലമ്പുഴ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു ഇടത് കോട്ടയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളലോ ചോർച്ചയോ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, സുരേഷിന് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയത്തെ ഉയർത്താനോ അല്ലെങ്കിൽ അങ്ങനെ വോട്ടർമാരെ സമീപിക്കാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും തന്നെ, അതായത് വോട്ട് മാറിപ്പോകേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. വളരെ വൈയക്തികമായ ചില വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്നുണ്ട്. അത് TK ഗോവിന്ദനെ പോലെയോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ V കുഞ്ഞികൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ G സുധാകരനെ പോലെയോ അങ്ങനെ ഉയർത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമോ അവിടെ ഉണ്ട് എന്ന് ഞാൻ മലമ്പുഴയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം നമ്മൾ കാണാതിരുന്നു. അവിടുത്തെ BJP-യുടെ വളർച്ച വളരെ സമാനുഗതമായ വളർച്ച എന്ന് പറയാം. 96-ൽ ഏതാണ്ട് 5000 വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ട്. 2016 മുതൽ 2ാം സ്ഥാനത്ത്. അവിടെ സുരേഷിനെ അവിടെ സുരേഷിനെ കാണുമ്പോൾ ആരെങ്കിലും VS-ന്റെ പ്രതിബിംബം കാണുന്നുണ്ടോ എന്നതേ ഉള്ളൂ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.